അയ്യ വണക്കം. ഇനി നമുക്ക് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഏഷ്യയിൽ നിന്നുമൊക്കെ മാറി ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള മെക്സിക്കോയിലേക്ക് ഒന്ന് പോയി വരാം. മെക്സിക്കോയിൽ നിന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി പുറത്തു വരുന്നുണ്ട്. അതായത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമാണ് സംഭവം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ അതിക്രമം നടത്തിയത് ആർക്ക് നേരെയാണെന്ന് നിങ്ങൾക്കറിയാമോ? മെക്സിക്കോയിലെ പ്രസിഡൻറ്റിന് നേരെയാണ് അതിക്രമം നടത്തിയത്. ഒരു മയോ ഇല്ലാതെ മെക്സിക്കോയിലുള്ള പ്രസിഡൻറ്റിൻ്റെ നടു റോഡിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരുത്തൻ്റെ വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. യവന് ഒരു നാണവും ഇല്ല, മാനവും ഇല്ല, ഉളുപ്പുമില്ല. പോരാത്തതിന് യവൻ മദ്യലഹരിയിലായിരുന്നു എന്നാണ് മെക്സിക്കോയിലെ പ്രസിഡൻറ്റിൻ്റെ ബോഡി ഗാർഡ്സ് പറഞ്ഞ് തടി തപ്പിയിരിക്കുന്നത്. എന്താണ് ഈ സംഭവം നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇയാൾ ഈ സ്ത്രീയെ ചുംബിക്കാൻ ശ്രമിക്കുന്നതും കയറി പിടിക്കുന്നതുമായിട്ടുള്ള ചില ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് വയലേഷൻ വരും. വുമൺ നേരെയുള്ള, അതായത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമാണ്. അതുകൊണ്ട് അത് യൂട്യൂബ് എന്ത് ചെയ്യില്ല, എൻഡോഴ്സ് ചെയ്യില്ല. അതുകൊണ്ട് ആ വീഡിയോ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ചില ചിത്രങ്ങൾ കൊടുക്കാം. എന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഇരിക്കെ നമ്മുടെ മെക്സിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ക്ലോഡിയ ഷെയിൻബോം എന്ന് പറയുന്നത് മെക്സിക്കോയിലെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ക്ലോഡിയ ഷെയിൻബോമിനൊരു ആഗ്രഹം ഉദിച്ചു. അതായത് ജനങ്ങളുടെ ക്ഷേമങ്ങളെല്ലാം അന്വേഷിക്കാനായിട്ട് നടു റോഡിലൂടെ ഒന്ന് നടന്നു നോക്കാം. അങ്ങനെ അവിടെയൊക്കെ അതെന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പല രാജ്യങ്ങളിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ഭരണാധികാരികൾ, ചില ആൾക്കാരൊക്കെ പോകുന്നത്, ചില പ്രസിഡന്റുമാരൊക്കെ പോകുന്നത് സൈക്കിളിൽ പോലുമാണ് പാർലമെൻറ്റിലേക്ക്. അങ്ങനെയുള്ള പല രാജ്യങ്ങളുമുണ്ട് ഈ ലോകത്ത്. നമ്മുടെ കേരളത്തിലെ പോലെ 10-12 ആംബുലൻസും 10-12 ജാമറുകളും 10-12 പോലീസുകാരും പിന്നെ രക്ഷാപ്രവർത്തനവും അതൊന്നും അവിടെ ഇല്ല. അവരൊക്കെ വളരെ കാഷ്വലായിട്ട് തെരുവിലൂടെ ഇറങ്ങി നടക്കുന്ന പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരൊക്കെയാണ് അവിടെ പലർക്കും ഉള്ളത്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് MP ആയിട്ട് പല ആൾക്കാരും അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരിൽ ഇന്ത്യൻ വംശജരുണ്ട്. അപ്പോൾ ഈ ഇന്ത്യൻ വംശജരൊക്കെ യഥാർത്ഥത്തിൽ പാർലമെൻറ്റിലേക്ക് ബസ്സിലും ട്രെയിനിലും ഒക്കെയാണ് കയറി പോകുന്നത്. അവർക്ക് ഈ പാർലമെൻറ്റിലേക്ക് പോകാനും കാര്യങ്ങൾക്കും അലവൻസും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല ഇവിടത്തെ പോലെ. ഇവിടെയാണ് നമ്മളൊരു MP തിരഞ്ഞെടുത്താൽ, ഒരു MLA തിരഞ്ഞെടുത്താൽ പിന്നെ സകല കാര്യങ്ങളും ജനങ്ങളുടെ ചിലവിൽ അങ്ങ് നടന്നോളൂ എന്ന് പറഞ്ഞ് യുവമാരൊക്കെ കിടന്ന് പൊളയ്ക്കുന്നതും. കാരണം ജനങ്ങളുടെ ചിലവിൽ ഫ്രീ ചികിത്സ, സൗജന്യ വീട്, സൗജന്യ കാറ്, പോരാത്തതിന് നല്ല പൈസ, യാത്ര എന്നൊക്കെ പറഞ്ഞാൽ മുന്തിയന യാത്ര, പിന്നെ ഗംഭീരമായിട്ടുള്ള പ്രിവിലേജും. ഇതൊക്കെയാണ് പല ആൾക്കാരും ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു കമൻറ്റ് കണ്ടത്, അത് വളരെ ക്ലിയർ ആണെന്ന് തോന്നി. അതായത് സർക്കാർ ആശുപത്രികളിൽ മാത്രം, നമ്മുടെ കേരളത്തിൽ സർക്കാർ ആശുപത്രികളിൽ മാത്രമേ ഇനി ഇവിടെയുള്ള മന്ത്രിമാർക്ക് ചികിത്സ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രികളെല്ലാം വലിയ മുന്തിയ പ്രൈവറ്റ് ആശുപത്രിയേക്കാളും കിടിലമാകുമെന്നാണ് കമൻറ്റ് ഇട്ടുള്ളത്. വളരെ നല്ലൊരു ആശയമാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രികളൊക്കെ അതിഗംഭീരമായിട്ട് രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയിൻബോം. ഈ ക്ലോഡിയ പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്. സംഭവം നടക്കുന്നത് ചൊവ്വാഴ്ച ഈ പ്രസിഡന്റ് ക്ലോഡിയ നാഷണൽ പാലസിൽ നിന്നും മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ളൊരു തെരുവിൽ കൂടെ നടന്നു പോവുകയായിരുന്നു. അങ്ങനെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള തെരുവിൽ കൂടെ നടന്നു പോകുമ്പോൾ ജനങ്ങളുടെ ക്ഷേമമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ജനങ്ങൾ ഇവർക്ക് വന്ന് കൈ കൊടുക്കുന്നുണ്ട്. ഇവർക്ക് വന്ന് കൈ കൊടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഇവരോട് പല ആകുലതകളും പറയുന്നുണ്ട്. അവർക്കൊരു അത്ഭുതമുണ്ട് ഇങ്ങനൊരു സംഭവം. കാരണം ആദ്യത്തെ വനിതയായിട്ടുള്ള പ്രസിഡന്റാണ്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ഇവരുടെ പിറകിലേക്ക് ഓടി വന്നെന്ന് പറഞ്ഞാൽ അത്ര സ്പീഡിലൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ഓടി വന്ന ഒരാൾ കെട്ടിപ്പിടിച്ചിട്ട് ഇവരുടെ കവിളത്തൊരു ഉമ്മ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ സ്ത്രീ ഞെട്ടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആ ദൃശ്യം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സ്ത്രീ ഞെട്ടിയില്ല. അവർ വളരെ സംയമനത്തോടെ, അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും സ്ത്രീകൾക്ക് ഇത്തരത്തിലൊരു അട്രോസിറ്റി നേരിടേണ്ടി വന്നാൽ അവർ പെട്ടെന്ന് ഞെട്ടിപ്പോവും, പെട്ടെന്ന് ട്രോമറ്റൈസ്ഡ് ആയിപ്പോവും. അതായത് എന്ത് ചെയ്യണമെന്നറിയില്ല. അതാണ് ഈ ബസ്സിലൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ദേഹത്തൊക്കെ ഒരുത്തൻ കൈവച്ച് കഴിഞ്ഞാൽ സ്ത്രീ പകച്ചു നിൽക്കുന്നത്. അതാണ് യുവമാർക്ക് 7 വാരം. പക്ഷേ ഈ സ്ത്രീ കാണിച്ചത് ആ കൈ ഇങ്ങനെ വെച്ചിട്ട് ഉമ്മ ഒഴിക്കാൻ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ അവർ വളരെ സംയമനത്തോടുകൂടി ഇങ്ങനെ താഴോട്ടൊന്ന് നോക്കുന്നുണ്ട്. ഒരു കൈ കൊള്ളാം, നല്ല രസമുണ്ട്. എന്നിട്ട് അവരിങ്ങനെ നോക്കുന്നുണ്ട് സൈഡിലോട്ട് നോക്കിയിട്ട് ഈ വരുന്നവനെ ഇങ്ങനെ അപ്പോൾ തന്നെ കൈ എന്ത് ചെയ്തു, ഈ മുഖത്തിൻ്റെ സൈഡിൽ വെച്ച് അതങ്ങ് മറച്ചിട്ട് ഇതിങ്ങനെ എടുത്ത് മാറ്റടാ ലവലാതി എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്തു, ഇങ്ങനെ പിടിച്ച് മാറ്റുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഇവരുടെ ബോഡി ഗാർഡ്സ് വന്ന് ഇയാൾ എന്ത് ചെയ്യുന്നു, തട്ടിത്തോളി കയറ്റി സൈഡിലോട്ട് എടുത്തുകൊണ്ട് പോകുന്നു. ഇയാളുടെ പേരിൽ പോലീസിൽ ഇപ്പോൾ ഈ മെക്സിക്കൻ പ്രസിഡന്റ് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. സംഭവം അതൊന്നുമല്ല, വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെക്സിക്കൻ പ്രസിഡന്റിന് തന്നെ സുരക്ഷയില്ല. സ്വാഭാവികമായിട്ടും ഇത് പ്രതിപക്ഷത്തുള്ള ആൾക്കാരും ഇവരുടെ വിരോധികളൊക്കെ മുതലെടുക്കുമല്ലോ. മെക്സിക്കൻ പ്രസിഡന്റിന് തന്നെ സുരക്ഷയില്ല, പിന്നെ എന്ത് സ്ത്രീ സുരക്ഷയാണ് ഇവരിവിടെ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഈ മെക്സിക്കോയിലെ ഫെമിനിസ്റ്റ് അസോസിയേഷനും കാര്യങ്ങളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. പിന്നെ അതുങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. പാവപ്പെട്ട സ്ത്രീകളുടെ ഒരു പരിപാടിയും കാണത്തില്ല. അതായത്
നമ്മുടെ നാട്ടിലെ ഫെമിനിസ്റ്റുകളുടെ ഗതി അതൊക്കെ തന്നെയാണ്. അതായത് ഇവിടെ യഥാർത്ഥത്തിലുള്ള വുമൺ എംപവർമെൻറ്റ് പല മേഖലകളിലും നടക്കുന്നുണ്ട്. ആ വുമൺ എംപവർമെൻറ്റ് നടക്കുന്ന പല മേഖലകളിലും സ്ത്രീകൾ അതിഭീകരമായിട്ട് ചൂഷണത്തിന് ഇരയാകുന്നുമുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങൾ ഏറ്റെടുക്കില്ല. ഞങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്ന, ഞങ്ങൾക്ക് 10 ഫോളോവേഴ്സ് കിട്ടുന്ന, ഞങ്ങൾക്ക് 10 തൊട്ട് കിട്ടുന്ന എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറയാം, വന്ന അഭിപ്രായം പറഞ്ഞിട്ട് പോവാം, നിങ്ങൾക്കായതുകൊണ്ട് ഫ്രീ എന്ന് പറയുന്ന ഫെമിനിസമാണ് നമ്മുടെ കേരളത്തിലടക്കം നിലവിൽ കണ്ടുവരുന്നത്. അല്ലാതെ പാവപ്പെട്ട അധകൃതരായിട്ടുള്ള ഈ റോഡിൽ നിൽക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടല്ലോ, അമ്മമാർ ലോട്ടറി വിറ്റ് ജീവിക്കുന്ന അമ്മമാർ, പിന്നെ കല്ല് ചുമക്കാൻ പോകുന്ന സ്ത്രീകൾ, അങ്ങനെയുള്ള പല 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 രീതിയിലുള്ള, അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അഭിമാനം തോന്നും. ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള ഫെമിനിസം എന്ന് പറയുന്നത്. അതായത് സ്വന്തം കുടുംബത്തിനെ പോറ്റാനായിട്ട് സ്ത്രീകൾ ഏത് മേഖലയിലും ഇറങ്ങി ജോലി ചെയ്യാനായിട്ട് നമ്മുടെ കേരളത്തിൽ പോലും തയ്യാറാകുന്നുണ്ട്. അവരെയൊന്നും കാണില്ല. കാണുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മുന്തിയിനം സെലിബ്രിറ്റികൾക്ക് എന്തെങ്കിലുമൊക്കെ ആക്രമണങ്ങൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി നടക്കുന്ന ഫെമിനിസ്റ്റുകളാണ്. അപ്പോൾ അതുപോലെയുള്ള കുറേ ഐറ്റം, ഇതൊരു ഭൂലോക പ്രതിഭാസമാണ്. ഈ കുറേ ഐറ്റങ്ങൾ അവിടെയുണ്ട്. ഇവറ്റകളെല്ലാം തെരുവിലോട്ട് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട്. അപ്പോൾ ഈ കയറി പിടിച്ചവൻ്റെ പേര് യൂറിയൽ റിവേറ എന്നാണ് അവൻ്റെ പേര്. യൂറിയൽ റിവേറ. ഈ യൂറിയൽ റിവേറ മദ്യപിച്ച് മതോന്മത്തനായിരുന്നു സാറേ എന്നാണ് ഈ യൂറിയൽ റിവേറ പൊക്കിൾ നോക്കി 2 കുത്തു കിട്ടിയപ്പോൾ ഇവൻ പറഞ്ഞത്. അത് എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ ഭയങ്കരമായിട്ട് വെള്ളം ഒടിച്ചിരുന്നു എന്നും ഇയാൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ പോരാത്തതിന് ഇതിനുശേഷം ഈ സ്ത്രീ ഒരു ഗംഭീര പ്രസ്താവന നടത്തി. ഈ സ്ത്രീ നടത്തിയത്, സ്ത്രീകളുടെ അതിർവരമ്പുകൾ ലംഘിക്കാൻ ഒരു ചെറ്റകളെയും ഞാൻ സമ്മതിക്കില്ല, എൻ്റെ ഭരണത്തിന് കീഴിൽ ഞാനത് അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഈ അവസ്ഥ വരാമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് താഴെയുള്ള സ്ത്രീകൾക്ക് എന്തായിരിക്കും അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി പുതിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞാൻ നടത്തും എന്നാണ് ഈ ക്ലോഡിയ ഷെയ്ൻസോം എന്ന് പറയുന്ന മെക്സിക്കൻ പ്രസിഡന്റ് പറയുന്നത്. ഈ വൈറലായതിനെ തുടർന്ന് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാത്തിനും നീക്കം ചെയ്ത് വരികയാണ്, ഗൂഗിൾ അടക്കമുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെയുള്ള പല ആൾക്കാരും ഈ വീഡിയോ തപ്പി ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇതിന് ഗൂഗിളിൽ അതിഭീകരമായിട്ടുള്ള സെർച്ചുണ്ട്. അതായത് സെർച്ചിൻ്റെ ഒരു ബാഹുല്യം ഈ വീഡിയോയ്ക്ക് വരുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. എന്തായാലും അക്രമ കേസുകളിൽ സ്ത്രീകൾ പരാതിപ്പെടുന്നവ അഭ്യർത്ഥിക്കുകയും സ്ത്രീകളുടെ അന്തസ്സിനെ വ്രണപ്പെടുത്തുന്ന ഉള്ളടക്കം പങ്കിടുന്ന മാധ്യമങ്ങളുണ്ടല്ലോ, അവർക്കും കിട്ടും. അതായത് ഈ ഗ്യാപ്പിൽ ഈ പ്രസിഡൻറ്റിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഒരു സെൻസേഷണൽ വീഡിയോ ഒക്കെ യവന്മാരെ കൈ കിട്ടിയ യവന്മാർ എടുത്തിട്ട് അങ്ങ് അലക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ സ്ത്രീക്ക് അനുകൂലമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോലും സ്ത്രീയെ മോശക്കാരിയാക്കാനും മോശ രീതിയിലുള്ള കമൻറ്റുകൾ ഇടാനുമായിട്ട് സോഷ്യൽ മീഡിയ ഇവരെന്ത് ചെയ്യും, സോഷ്യൽ മീഡിയയിൽ ഇവർ പല ഗിമിക്കുകളും കാണിക്കും. അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, നിനക്കും കിട്ടും എന്നുള്ള രീതിയിലാണ് ഇവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 2024 821 സ്ത്രീ ഹത്യാ കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മെക്സിക്കോയിൽ. പോരാത്തതിന് സെപ്റ്റംബർ വരെ 501 കേസുകൾ റിപ്പോർട്ട് ചെയ്തതായിട്ടും സർക്കാരിൻ്റെ സ്ഥിതി വിവര കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ദേശീയ തലത്തിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളെയും പീഡനങ്ങളെയും കുറിച്ചുള്ള ചർച്ച എടുത്ത് പുറത്തിട്ടുകൊണ്ട് ഈ ഫെമിനിസ്റ്റുകളെല്ലാം തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫെമിനിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. ലൈംഗിക പീഡനം നിയമപരമായി ഗുരുതരമായ കുറ്റകൃത്യമായി കണക്കാക്കപ്പെടുന്ന ഒരു സംഭവമാണെന്നും അവിടെ എന്ത് ചെയ്യുന്നു, ഈ ക്ലോഡിയ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ കയറി പിടിച്ചവൻ്റെ ഗതി അതോ ഗതിയായിരിക്കും എന്നും ഇവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തിനാണല്ലേ പോത്ത് വ്യാപാരി. അപ്പോൾ ശരി.